الحمد لله العزيز الحكيم الكريم المعبود نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة في النار أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون صدق الله العلي العظيم. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശരിയായ സ്വഭാവത്തിൽ പാലിച്ച് സജ്ജനങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം നേടിയെടുക്കാൻ അതീവ ജാഗ്രതയോടുകൂടി കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ആദരിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് മനുഷ്യ വംശമെന്നും എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കൊടുത്ത അവകാശങ്ങൾ മാനിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് മനുഷ്യാന്തസ്സിനെ വിലമതിക്കുന്ന ഒരു വിഭാഗമായി നാം മാറുക എന്നും അതിന് വിരുദ്ധമായ മർദ്ദനം, ചൂഷണം തുടങ്ങിയ സർവ നീചവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുമായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ ഇവിടെ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമും മനുഷ്യരും തമ്മിലുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കുന്നതിനെക്കുറിച്ച്, ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച്, അത് വളരെ നല്ല നിലയിലും നീതിയിലധിഷ്ഠിതവുമായിരിക്കണം എന്നതിനെക്കുറിച്ച് നമ്മോട് വിശുദ്ധ ഖുർആനിലൂടെ ഉപദേശിച്ചിരിക്കെ ആ കാര്യം നിർവഹിക്കാതെ അല്ലാഹുവുമായുള്ള നമ്മുടെ ബന്ധം ഒരിക്കലും നമുക്ക് ശരിയായ സ്വഭാവത്തിൽ ശക്തിപ്പെടുത്താൻ സാധ്യമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അക്കാരണത്താലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലും മുസ്ലിം സമൂഹത്തോട് മനുഷ്യരുമായുള്ള നമ്മുടെ ബന്ധം, ആ ബന്ധത്തെ തകർത്ത് കളയുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ആ ബന്ധത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി നീതി, നന്മ, ഗുണകാംക്ഷ തുടങ്ങിയ ചില മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കണമെന്നും ആഹ്വാനം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് നീതിയോടുകൂടി നിലകൊള്ളാൻ കൽപ്പിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു. ഇഹ്സാൻ ഉള്ള ഒരു ജനവിഭാഗമായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഉണർത്തുന്നു. നിങ്ങളുടെ ബന്ധുമിത്രാദികളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വയൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി. മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെ തകർത്ത് കളയാൻ സാധ്യതയുള്ള 3 പ്രവർത്തികളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. വയൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. അല്ലാഹു സുബ്ഹാനഹു വ തആല മ്ലേച്ഛത നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുപോകരുതെന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. വൽ മുൻകർ, ദുഷ്പ്രവർത്തികൾ, നീചവൃത്തികൾ അല്ലെങ്കിൽ ആക്ഷേപാർഹമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ താക്കീത് ചെയ്യുന്നു. വൽ ബഗി, നിങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായ അവകാശങ്ങൾ മനുഷ്യരെന്ന അർത്ഥത്തിൽ തുല്യമായി ഉണ്ട് എന്ന് നിങ്ങളെ പഠിപ്പിച്ചിരിക്കെ അല്ലാഹുവിൻ്റെയോ മറ്റു മനുഷ്യരുടെയോ ഇതര സൃഷ്ടിജാലങ്ങളുടെയോ അവകാശങ്ങളിൽ കയ്യേറ്റം നടത്തി അതിനെ ഹനിച്ച്, അങ്ങനെ ഹനിച്ചുകൊണ്ട് നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ താക്കീത് ചെയ്യുകയാണ്. യഇദുകും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ഓർമ്മയുള്ളവരാൻ വേണ്ടി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങളാണിത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യരും തമ്മിൽ നിലനിൽക്കേണ്ട ബന്ധവുമായി ബന്ധപ്പെട്ട് നീതിയെയും ഇഹ്സാനിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രത്യേകം എടുത്ത് പറയുകയാണ്. നീതിയെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. നീതി എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ അവകാശങ്ങളിൽ സന്തുലിതത്വമുണ്ട് എന്നും ജനങ്ങൾക്കിടയിൽ അവകാശങ്ങളിൽ ഉള്ള ഈ സന്തുലിതത്വം അംഗീകരിക്കുക എന്നതാണ് നീതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതൊരാൾക്കും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനോഭാവം. ഇവിടെ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ അത് തൊഴിലാളി അല്ലെങ്കിൽ മുതലാളി എന്ന വ്യത്യാസമില്ല, സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസമില്ല, കറുത്തവൻ വെളുത്തവൻ എന്ന വ്യത്യാസമില്ല, ഈ രാജ്യത്ത് ജീവിക്കുന്നവൻ അന്യദേശക്കാരൻ എന്ന വ്യത്യാസമില്ല. ഈ വ്യത്യാസങ്ങൾക്കതീതമായി മനുഷ്യാന്തസ്, അന്തസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് എന്നും മനുഷ്യന്റെ രക്തവും മനുഷ്യന്റെ ധനവും മനുഷ്യന്റെ അഭിമാനവും പവിത്രമാണ് എന്നും അംഗീകരിക്കുക, ആ സന്തുലിതത്വം അംഗീകരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവുക നീതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണിത്. അതോടൊപ്പം തന്നെ ഓരോരുത്തരുടെയും അവകാശങ്ങൾ, എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് അംഗീകരിച്ചാൽ മാത്രം പോരാ, ഓരോരുത്തരുടെയും അവകാശങ്ങൾ ആ സ്വഭാവത്തിൽ അവർക്ക് നൽകുക. ഈ നീതിയോട് ചേർത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാൻ എന്ന് പറയുന്നത് കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഇഹ്സാൻ എന്നതിന് പല അർത്ഥത്തിലും നമുക്ക് വിശദീകരണം നൽകാം. നല്ല പെരുമാറ്റമാവാം, സഹകരണമാവാം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് തന്നെക്കാൾ കൂടുതൽ പരിഗണന നൽകലാവാം, മറ്റുള്ളവരോട് ഗുണകാംക്ഷ വെച്ച് പുലർത്തലാവാം. ഇങ്ങനെ ഒരുപാട് സ്വഭാവത്തിൽ ഇഹ്സാൻ, നന്മ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു സമൂഹം ഭദ്രമായ അടിത്തറയിൽ നിലനിൽക്കണമെങ്കിൽ
ആ സമൂഹത്തിന് നീതിബോധം ഉള്ളതോടൊപ്പം തന്നെ ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു ബോധവും കൂടി ഉണ്ടായിരിക്കണമെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ സയ്യിദ് അബുൽ അഅ്ല സൂചിപ്പിക്കുന്നുണ്ട്. കാരണം നീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശത്തെക്കുറിച്ച് ചിന്തയാണ്. അവകാശത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ ചിലപ്പോൾ ഒരിക്കലും തന്നെ സന്തോഷവും അതുപോലെ തന്നെ സമാധാനവും ഉണ്ടാവുകയില്ല. അത് ഒരു വലിച്ചു മുറുക്കിയ അല്ലെങ്കിൽ പരസ്പരം എപ്പോഴും കടിപിടി കൂടുന്ന ഒരു സമൂഹമായി മാറാൻ സാധ്യതയുണ്ട്. അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കുക എന്ന ഒരു വികാരം കൂടി ഒരു മനുഷ്യനുണ്ടാകുമ്പോഴാണ് ഒരു സമുദായത്തിൽ, ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഒരു നല്ല ഒരവസ്ഥ ഉണ്ടാവുക. ഉദാഹരണത്തിന് അവകാശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് ക്യൂ നിൽക്കുകയാണെന്ന് കരുതുക. അവകാശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആദ്യം നിൽക്കുന്നവനാണ് ആദ്യം കിട്ടേണ്ടത്. എന്നാൽ നമ്മുടെ തൊട്ടു പിന്നിൽ ഒരു പ്രായമായ ഒരു വൃദ്ധനുണ്ടെങ്കിൽ, ഒരു വൃദ്ധ സ്ത്രീ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് 4-5 കുട്ടികളുമായിട്ട് കൊണ്ട് ഏതെങ്കിലും ഒരാൾ, ഒരു സ്ത്രീ നിൽക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ നമ്മൾ നീതിയെ അല്പം മാറ്റി നിർത്തി നമ്മളെക്കാളും അവർക്കൊരു മുൻഗണന കൊടുക്കേണ്ടി വരും. ഇതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. നീതിയെക്കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം അത് നീതിക്ക് വിരുദ്ധമല്ല, അത് നീതിക്ക് വിരുദ്ധമായ ഒരു സങ്കല്പം എന്ന അർത്ഥത്തിലല്ല, നീതിയെ കൂടുതൽ ഉജ്ജ്വലമാക്കുന്ന ഒരു മനോഭാവം എന്ന അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇഹ്സാനിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നീതി എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ, അതിൽ ഉണ്ടെങ്കിലാണ് ഒരു സമുദായത്തിൽ, ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ പൊതുവെ ഒരു സമൂഹത്തിലെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാവുക. എന്നാൽ ഇഹ്സാൻ ഉണ്ടാകുമ്പോഴാണ് ഒരു സമുദായത്തിൽ മധുരവും സന്തോഷവും കൂടുതൽ ഉണ്ടാവുക. ഈ സ്വഭാവത്തിൽ അതിലും ഇഹ്സാനും ഉണ്ടാകുമ്പോഴാണ് അഗാധമായ മനുഷ്യബന്ധങ്ങൾ ഒരു സമുദായത്തെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക. അഗാധമായ മനുഷ്യബന്ധങ്ങൾ നിലനിർത്തുക എന്നത് പ്രവാചകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന പരിപാടിയായിരുന്നു. എല്ലാ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിൽ പ്രവാചകന്മാരുടെ വാക്കുകൾ ആളുകൾ സ്വീകരിച്ചത്, പ്രവാചകന്മാർ ഉയർത്തിക്കൊണ്ടുവന്ന സന്ദേശങ്ങൾ ആളുകൾ വിശ്വസിച്ചത് തിയറിറ്റിക്കലായിട്ട് വെറും യുക്തി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഇതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ആലോചിച്ച് അങ്ങനെ ഒരുപാട് ഗവേഷണം നടത്തിക്കൊണ്ടല്ല. ചില ആളുകൾ യുക്തി അനുസരിച്ചുകൊണ്ടും ഇസ്ലാമിനെ സന്മാർഗമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവാം. എന്നാൽ മഹാഭൂരിഭാഗം ആളുകളും ഇസ്ലാം സ്വീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അഗാധമായ മനുഷ്യബന്ധങ്ങൾ നിലനിർത്തുന്നതിനും അങ്ങനെയുള്ള മനുഷ്യബന്ധങ്ങൾ സമൂഹത്തിന് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിനും സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇസ്ലാം നിർവഹിച്ച വിജയമായിരുന്നു എന്നും ജനപദങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രവാചകാനുചരന്മാർ ഇസ്ലാമിന്റെ സന്ദേശവുമായി പോയപ്പോൾ അവർ നിലനിർത്തിയ മനുഷ്യബന്ധങ്ങൾക്ക് അവർ നൽകിയ പ്രാധാന്യം, ആ ബന്ധങ്ങളിൽ അവർ ദീക്ഷിച്ച നീതിബോധവും ഇഹ്സാനും ഇതായിരുന്നു ഒരുപാട് ആളുകളെ ഇസ്ലാമിന്റെ സൽപാന്താവിലേക്ക് ആനയിച്ചത് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിന് വിരുദ്ധമായ പ്രവൃത്തികളാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിന് വിരുദ്ധമായ മുഴുവൻ പ്രവൃത്തികളും അത് ഫഹ്ഷ, വിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഫഹ്ഷ, മുൻകർ, ബഗി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. മ്ലേച്ഛ പ്രവൃത്തികൾ, ആക്ഷേപാർഹമായ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതൊരു മുസ്ലിം ഇതിൽ നിന്ന് മാറി നിൽക്കണം. ഇത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടേതുപോലെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ ആയത്തിനെ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പ്രയോഗവൽക്കരിക്കുക എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ ആരും ഒരുപക്ഷെ മ്ലേച്ഛ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നീതിപൂർവമായ പ്രവർത്തികൾ ചെയ്യണമെന്നും ഇഹ്സാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ തന്റെ മാത്രം ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ തന്റെ ജീവിത ലക്ഷ്യം തനിക്ക് വിജയിക്കണം, തനിക്ക് സൗകര്യങ്ങൾ ഉണ്ടാവണം, ആ സൗകര്യങ്ങൾ അനുഭവിച്ചും അത് ആസ്വദിച്ചും മാത്രം ഞാൻ ജീവിച്ചാൽ മതി എന്നൊരു ചിന്ത മനുഷ്യനുണ്ടാവുകയും ചെയ്യുമ്പോൾ ഇതിന് വിരുദ്ധമായ പ്രവർത്തികൾ മനുഷ്യ സമൂഹത്തിലുണ്ടാവും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞത്, ഇത്തഖുൽ ദുൽമ ഫഇന്നൽ ദുൽമ ദുലുമാതുൻ യൗമൽ ഖിയാമ. നിങ്ങൾ അക്രമം എന്ന് പറഞ്ഞാൽ നീതിക്ക് വിരുദ്ധമായ പ്രവൃത്തിയാണ്, ക്രമത്തിന് വിരുദ്ധമായ പ്രവൃത്തിയാണ്.
ഒരു സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും മനുഷ്യരോടും നമ്മൾ ബന്ധപ്പെടുമ്പോൾ പാലിക്കേണ്ട ക്രമത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കെ ആ ക്രമത്തിന് വിരുദ്ധമായി നമ്മൾ ജീവിക്കുന്നതിനെയാണ് അക്രമം എന്ന് പറയുന്നത്. ഇത്തരം അക്രമത്തെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതോടൊപ്പം തന്നെ നിങ്ങൾ സ്വാർത്ഥതയെ, സങ്കുചിതത്വത്തെ കുറിച്ച് കൂടി ചിന്തിക്കണം. സങ്കുചിതത്വമുണ്ടായാൽ തനിക്ക് മാത്രം അനുഭവിക്കാനുള്ളതാണ് ഈ ലോകം. തന്റെ മാത്രം സൗകര്യങ്ങൾ അഭിവൃദ്ധിപ്പെട്ടാൽ മതി. മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു, അവൻ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിയണ്ട. എന്റെ തൊഴിലാളി എന്റെ കൂടെ പണിയെടുത്തിട്ടും അവന്റെ വീട്ടിലെ പട്ടിണി മാറിയിട്ടില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല എന്നൊരു മനോഭാവത്തോടുകൂടി മനുഷ്യൻ സ്വാർത്ഥിയായി ചിന്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അത്തരം സ്വാർത്ഥതയെക്കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കണം. കാരണം സങ്കുചിതത്വമാണ് നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ചത്. ഹമലഹും അല അൻ സഫകു ദിമാഅഹും വസ്തഹല്ലു മഹാരിമഹും. അക്രമം ചെയ്യുകയും സ്വാർത്ഥതയെ തങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി കൊണ്ടു നടക്കുകയും ചെയ്തപ്പോൾ അവർ എന്തു ചെയ്തു? ഹമലഹും അല അൻ സഫകു ദിമാഅഹും. അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ആളുകളെ വധിക്കാൻ, അവരുടെ രക്തം ചിന്താൻ അതവർക്ക് പ്രേരണ നൽകി. വസ്തഹല്ലു മഹാരിമഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച അല്ലെങ്കിൽ പവിത്രമാക്കിയ ഒരുപാട് കാര്യങ്ങളുടെ പവിത്രത കളങ്കപ്പെടുത്താനും അങ്ങനെ മറ്റുള്ളവരുടെ അഭിമാനം, മറ്റുള്ളവരുടെ ധനം, മറ്റുള്ളവരുടെ ജീവൻ എന്നിവയെ കവർന്നെടുക്കാനും അതവർക്ക് പ്രേരണ നൽകിയെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് നീതിക്ക് വിരുദ്ധമായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാര്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കെല്ലാ രംഗത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക. നീതിയെക്കുറിച്ചും ഇഹ്സാനിനെ കുറിച്ചും സംസാരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിലും ഇഹ്സാനും തന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അഭിലഷിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരുമായി ബന്ധപ്പെടുമ്പോൾ ഈ രണ്ട് മൂല്യങ്ങളും എങ്ങനെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോരോ രംഗങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നത് അദ്ദേഹം നിരോധിച്ചു. കാരണം അദ്ദേഹത്തിന് തോന്നി താൻ അള്ളാഹുവിന്റെ അടിമയാണ്, തനിക്ക് മനുഷ്യൻ എന്നതിൽ കവിഞ്ഞൊരു പ്രത്യേകമായ പരിഗണന എന്റെ സഹാബാക്കൾ നൽകുകയാണ് എങ്കിൽ അത് അതിലിനും ഇഹ്സാനിനും വിരുദ്ധമായ ഒരു മനോഭാവം അവർ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രവാചകന്റെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള ഒരു ആലോചനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിഞ്ഞു തടഞ്ഞത്. മഹാന്മാരായ സഹാബാക്കളോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലിരിക്കുമ്പോൾ ആ സദസ്സിൽ റസൂലിന് പ്രത്യേകമായ ഒരു സീറ്റ് ഉണ്ടായിരുന്നില്ല. എവിടെയാണോ ഒഴിവുള്ളത് അവിടെയാണ് അദ്ദേഹം ഇരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവരോട് പറഞ്ഞു, ഒരു പ്രത്യേകം ആളുകൾക്ക് പള്ളിയിൽ ഒരു പ്രത്യേകമായ സ്ഥലമുണ്ട് എന്ന ധാരണയോടുകൂടി നിങ്ങൾ സ്ഥിരമായി ഒരു സ്ഥലം നിങ്ങളുടേതാക്കി മാറ്റാൻ പാടില്ല. കാരണം ഇതൊക്കെ ഇസ്ലാം അഭിലഷിക്കുന്ന മനുഷ്യാന്തസ്സിനെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യാന്തസ്സിന് വില കൽപ്പിക്കുകയും മനുഷ്യനെ ആദരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു ഇസ്ലാമിന്റെ വളരെ മൗലികമായ ചില സന്ദേശങ്ങൾക്ക് വിരുദ്ധമായ ഒരു പ്രവണത സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രത്യേകമായ സ്ഥലം, അവിടെ ഇരിക്കാനായിട്ട് കുറെ കഴിഞ്ഞാൽ ഒരാൾ വരും. അയാൾ ഒരു പക്ഷേ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നാട്ടിലെ വലിയ പണക്കാരനായിരിക്കും, അല്ലെങ്കിൽ പള്ളിക്ക് ഒരുപാട് രൂപ സംഭാവന ചെയ്ത ആളായിരിക്കും. ഇങ്ങനെയുള്ള ഒരു പരിഗണനയും ഇസ്ലാമിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തടഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ എവിടെയാണോ ഒഴിവുള്ളത് അവിടെയായിരുന്നു അദ്ദേഹം ഇരിക്കാറുള്ളത്. അവസാനം അദ്ദേഹത്തെ കാണാൻ പലരും വന്നപ്പോൾ സഹാബാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ കാണാൻ വരുന്നവർക്ക് നമ്മളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് കാണുമ്പോൾ ഏതാണ് റസൂല് ഏതാണ് സഹാബി എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ചെറിയ മാറ്റം വേണമെന്ന് പറഞ്ഞ് അവരവസാനം റസൂലിന് ഒരു ചെറിയ, അദ്ദേഹം മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ഉയർന്നൊരു സ്ഥലം റസൂലിന് വേണ്ടി ചില സ്ഥലത്ത് ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. അപ്പോൾ ആളുകൾ പലരും കാണാൻ വരുമ്പോൾ റസൂൽ ഏതാണ് മറ്റുള്ളവരേതാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരു പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് എന്ന് സഹാബാക്കൾ പറയുന്നത് വരെ അദ്ദേഹം അങ്ങനെയായിരുന്നിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അദ്ദേഹം മനുഷ്യരെ ആദരിക്കുകയും മനുഷ്യരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്നും തനിക്ക് പ്രത്യേകമായ അവകാശങ്ങൾ വേണമെന്ന ഒരു ബോധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും
അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അടിമയായി തനിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട തന്റെ ഭൃത്യനോട് തന്റെ സുഹൃത്തിനെ പോലെ, തന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ സ്നേഹിതനെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പെരുമാറാൻ സാധിച്ചത്. യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം യാത്ര ചെയ്യുന്ന കുതിരപ്പുറത്ത് തന്റെ ഭൃത്യനെയും അദ്ദേഹം ഇരുത്താറുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ രണ്ടാൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ചു നേരം റസൂല് വാഹനപ്പുറത്ത് സഞ്ചരിക്കും, മറ്റേയാൾ നടക്കും. കുറച്ചു ഭൃത്യനെ അദ്ദേഹം ആ വാഹനത്തിന്റെ പുറത്തിരുത്തും, എന്നിട്ട് റസൂല് നടക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അദിലിനെയും ഇഹ്സാനിനെയും കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഈ സ്വഭാവത്തിലുള്ള അദിലിനെയും ഇഹ്സാനിനെയും കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാൻ ഒരാൾ വരികയാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച സമീപനം, നമ്മൾ ഇന്ന് നമ്മളെ കാണാൻ വരുന്ന ഒരാളോട് സ്വീകരിക്കുന്ന സമീപനം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കാണാൻ ഒരാൾ വന്നാൽ അയാളെ 1 മണിക്കൂർ പുറത്ത് കാത്തു നിർത്തിയെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രത്യേകമായ പരിഗണന, ഒരു വെയിറ്റ് ഉണ്ടാവൂ എന്നാണ് നമ്മുടെ ആധുനിക ഭൗതികവാദത്തിൻ്റെതായ ദൃഷ്ടിയിൽ മനുഷ്യനെ വീക്ഷിക്കുമ്പോൾ നമുക്കുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ, അദ്ദേഹം സുന്നത്ത് നമസ്കരിക്കുമ്പോഴാണ് ഒരാൾ അദ്ദേഹത്തിന്റെ പിന്നിൽ വന്നിരിക്കുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ നമസ്കാരം പൂർത്തിയാക്കും. എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കും, താങ്കൾ എന്തെങ്കിലും ചോദിക്കാനാണോ ഇവിടെ വന്നിരിക്കുന്നത്, എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെടാനാണോ ഇവിടെ വന്നിരിക്കുന്നത്? അങ്ങനെ അയാളോട് സംസാരിക്കും, അയാളുടെ ആവശ്യം നിറവേറ്റും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അദ്ദേഹത്തിന്റെ നമസ്കാരം തുടരും. നമസ്കാരത്തിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ദീർഘനേരം നിന്ന് നമസ്കരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ തന്റെ പിന്നിൽ വന്നിരിക്കുകയാണ്. അയാൾ വന്നിരിക്കുന്നത് എന്നോട് എന്തെങ്കിലും പറയാനാണ്. എന്റെ സമയത്തെപ്പോലെ പ്രാധാന്യമുള്ളതാണ് അയാളുടെ സമയം. ഞാൻ റസൂൽ, എന്റെ സമയത്തിന് പ്രത്യേകമായ ഒരു വെയിറ്റേജ്, അയാളുടെ സമയത്തിന് യാതൊരു പരിഗണനയുമില്ല എന്ന മനോഭാവമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം പെട്ടെന്ന് പൂർത്തിയാക്കി എന്നിട്ട് ആ മനുഷ്യനോട് താങ്കൾ വന്നിരിക്കുന്നത് എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ടാണോ എന്ന് ചോദിക്കുകയും അയാളുടെ ആവശ്യം നിറവേറ്റുകയും ചെയ്യാറുണ്ടായിരുന്നു. അഗാധമായ മനുഷ്യബന്ധങ്ങൾ ഉത്പാദിപ്പിക്കുന്നിടത്ത് നീതിബോധവും ഇഹ്സാനും എങ്ങനെ വർത്തിക്കുന്നു, എങ്ങനെ ഇടപെടുന്നു എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഈ ഉദാഹരണങ്ങൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ കാണുമ്പോൾ അദ്ദേഹം ജനങ്ങളോടൊപ്പം ജീവിച്ചു, ജനങ്ങളോട് പുഞ്ചിരിച്ചു. ഏറ്റവും കൂടുതൽ സഹാബാക്കളോട് പുഞ്ചിരിക്കുന്ന വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുഞ്ചിരിക്കുന്നത് കൃത്രിമമായൊരു പുഞ്ചിരിയല്ല. നമ്മൾ ഇന്ന് പുഞ്ചിരി എന്ന് പറഞ്ഞാൽ അത് സെയിൽസ്മാൻമാർ നിർവഹിക്കേണ്ട ഡ്യൂട്ടിയാണ് നമ്മൾ കരുതി. കാരണം സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു തന്ത്രമാണ്. അതുകൊണ്ടാണ് പുഞ്ചിരിയിലുമുണ്ട് വഞ്ചന എന്ന് ഇന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പുഞ്ചിരി എന്ന് പറഞ്ഞാൽ അത് സദഖയാണ്. പുഞ്ചിരിയിലുമുണ്ട് വഞ്ചന എന്ന് റസൂലിന്റെ സമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് സഹാബ ആർക്കും പറയേണ്ടി വന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീർച്ചയായും പുഞ്ചിരി സദഖയാണ്. നിങ്ങൾ ഒരു മനുഷ്യനെ കടാക്ഷിക്കുക, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക, ഒരു മനുഷ്യനെ ബഹുമാനിക്കുക എന്നത് നമ്മൾ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കെ നമ്മൾ ഓരോരുത്തരും മറ്റൊരു മനുഷ്യനോട് ചെയ്യേണ്ട ഒരു പണിയാണ് എന്ന അർത്ഥത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ കടയിൽ സ്വീപ്പറുടെ ജോലി ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നണം, ഈ മനുഷ്യന് നമ്മളും അവനെപ്പോലെ ആകുമായിരുന്നു. അള്ളാഹുവിന്റെ എന്തോ ഒരു നിഅമത്ത് കൊണ്ട് നമ്മളിങ്ങനെ, അവന് മനുഷ്യനാണ്, അവനോടൊരു സുഖവിവരം നമ്മൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ നമുക്ക് തോന്നാറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരുടെയും മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. അതുകൊണ്ടാണ് റസൂലിന്റെ ഭൃത്യനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ തിരികെ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾ വന്നപ്പോൾ ഞാനില്ല, ഞാൻ റസൂലിന്റെ കൂടെ തന്നെ കഴിഞ്ഞുകൊള്ളാമെന്ന് പറയുന്നത്. കാരണം ഒരിക്കൽ പോലും അദ്ദേഹം എന്നെ ശകാരിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്താൽ എന്നോട് നീ എന്തിനാണത് ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. ശകാരിക്കാത്തവനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ശകാരം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന് ഇകഴ്ത്തലാണ്. ഒരു മനുഷ്യനോട് വല്ലതും ഒരു അരുതായ്മ പറ്റിയാൽ അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നില്ല, അത് നമുക്ക് പറയാം. പക്ഷെ അത് മനുഷ്യന്റെ മാന്യതയെ, മനുഷ്യൻ അഭിമാനമുള്ളവനാണ്, മനുഷ്യൻ എല്ലാവരും അഭിമാനമുള്ളവനാണ്. പക്ഷെ നമ്മൾ തൊഴിലാളികളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ലോകതലത്തിൽ തന്നെ മനുഷ്യൻ നിന്ദിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
ചില ആളുകൾ അവർ ശകാരങ്ങൾ ഏറ്റുവാങ്ങേണ്ടവർ, ആക്ഷേപവാക്കുകൾ ഏറ്റുവാങ്ങേണ്ടവർ. ശകാരമെന്ന് പറഞ്ഞാൽ ആ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുമ്പോൾ മനുഷ്യനെ ശകാരിക്കുക, അങ്ങനെ അവരെ നിന്ദിക്കുക, ജനമധ്യത്തിൽ വെച്ച്, സമൂഹ മധ്യത്തിൽ വെച്ച് നിന്ദിക്കുക. ഇത്തരം ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സൂചിപ്പിക്കുകയുണ്ടായി, ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞ ഖുതുബയിൽ. നാളെ ഖിയാമത്ത് നാളിൽ അത്തരം ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. എന്നിട്ട് അവർ പറയും ഞങ്ങൾ നന്മ ചെയ്തു എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയുമല്ല, ശതമഹാദ, അവൻ ഇന്നയാളെ ശകാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൻ അങ്ങനെ എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശാപവാക്കുകൾ പോലും യുദ്ധമുന്നണിയിൽ ശത്രുവിനെ ശപിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന്റെ ഒരു അനുചരൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. റസൂലിന്റെ മറുപടി, ഞാൻ ശത്രുവിനെ ശപിക്കാൻ വേണ്ടി നിയുക്തനായവനല്ല, മറിച്ച് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി, അവരെ നിഅമത്ത് എന്ന അർത്ഥത്തിൽ, റഹ്മത്ത് എന്ന അർത്ഥത്തിൽ, ഖുർആനിന്റെ ഭാഷയിൽ റഹ്മത്തൻ ലിൽ ആലമീൻ, നീനെ ഏറ്റവും നല്ല റഹ്മത്തായിട്ടാണ് ഞാൻ നിയോഗിച്ചിരിക്കുന്നത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്കിതാ നിഅമത്ത് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, അനുഗ്രഹമെന്നാണ് ഇസ്ലാമിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഇസ്ലാമിന്റെ പക്ഷം ചേർന്നുകൊണ്ട് എനിക്ക് ശപിക്കാൻ സാധ്യമല്ല എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ നൽകിയ മറുപടി. ഇതാണ് യഥാർത്ഥത്തിൽ അതിൽ ഇഹ്സാൻ എന്ന് പറയുന്ന നീതിയും നന്മയും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ. നീതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാ മനുഷ്യനും തന്നെപ്പോലെയാണ് എന്ന് അംഗീകരിക്കലാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം. ഈ അടിസ്ഥാനം ഉണ്ടാകുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഭാവത്തിൽ ജീവിച്ചത്. ഇതിന് വിരുദ്ധമായി നമ്മൾ നമ്മുടെ തൊഴിലാളികളോട് പെരുമാറുമ്പോൾ, നമ്മൾ നമ്മുടെ ഉപഭോക്താക്കളോട് പെരുമാറുമ്പോൾ, നമ്മൾ നമ്മുടെ മക്കളോട് പെരുമാറുമ്പോൾ, നമ്മുടെ ഭാര്യമാരോട് പെരുമാറുമ്പോൾ അത് വിശുദ്ധ ഖുർആൻ നിരോധിച്ച ഫഹ്ഷാഉം മുൻകറും ബഗിയുമായി മാറാൻ സാധ്യതയുണ്ട്. ഫഹ്ഷാഇനെയും മുൻകറിനെയും കുറിച്ച് പറയുമ്പോൾ, ഫഹ്ഷാ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛകരമായ പ്രവർത്തികളാണ്. മദ്യപാനമാണെങ്കിലും ചൂതാട്ടമാണെങ്കിലും അതുപോലെ തന്നെ വ്യഭിചാരമാണെങ്കിലും കളവാണെങ്കിലും അങ്ങനെ ഒരുപാട് മ്ലേച്ഛകരമായ പ്രവർത്തികളുണ്ട്. എന്നാൽ മുൻകർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹി അലൈഹി മുൻകറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ സംഭവിക്കുന്ന ഒരുപാട് മുൻകറുകളുണ്ട്. മുൻകർ എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹമായ പ്രവൃത്തി എന്നാണ് ചില പണ്ഡിതന്മാർ അതിന് നൽകിയിരിക്കുന്ന വിശദീകരണം. ആക്ഷേപാർഹമായ പ്രവൃത്തികളുടെ കൂട്ടത്തിൽ മഹാനായ ഇമാം ഗസ്സാലിയുടെ അഭിപ്രായത്തിൽ നിരോധിക്കപ്പെട്ട ഹറാമായ കർമ്മങ്ങളുണ്ട്, അതേ അവസരം തന്നെ കറാഹത്തായ കർമ്മങ്ങളുമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങാടിയിൽ കാണാറുള്ള മുൻകറുകളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, റോഡുകളിൽ കാണാറുള്ള മുൻകറുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ മുൻകറുകളൊക്കെ നീതിക്ക് വിരുദ്ധമായ പ്രവൃത്തി എന്നർത്ഥത്തിലാണ് അദ്ദേഹം അവയെ വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് അങ്ങാടിയിൽ കാണാറുള്ള മുൻകറുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു വലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും വസനുഹും യുഖ്സിറൂൻ അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. പൂഴ്ത്തിവെക്കുന്നവർക്ക് നാശം. പൂഴ്ത്തിവെക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങാടിയിൽ കാണുന്ന മ്ലേച്ഛമായ പ്രവൃത്തിയാണ്, മുൻകറാണ്. കച്ചവടത്തിൽ കാണുന്ന മുൻകറാണ്. പൂഴ്ത്തിവെക്കുക എന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പല സ്വഭാവത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതൊരു മനുഷ്യന്റെ അവകാശ ലംഘനമാണ്. പൂഴ്ത്തിവെച്ചിട്ട് നമ്മൾ 1000 രൂപ സമ്പാദിച്ചാൽ ആ 1000 രൂപ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അതിനെ കണക്ക് നമ്മൾ ഹാജരാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു സാധനം വാങ്ങി വിൽക്കുമ്പോൾ സാധനം ഞാൻ ഇത്ര പൈസക്കാണ് വാങ്ങിയത്, ആ പൈസയേക്കാൾ കൂടുതൽ പൈസക്കാണ് ഞാൻ വാങ്ങിയത് എന്ന് പറയൽ മുൻകറാത്താണ് എന്ന് മഹാനായ ഇമാം ഗസ്സാലി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഒരു കച്ചവടക്കാരന്റെ കൂടെ പണിയെടുക്കുന്ന ആൾക്ക് ഈ സാധനത്തിന്റെ യഥാർത്ഥ വില അറിയാമെങ്കിൽ കച്ചവടക്കാരന്റെ തൃപ്തി നേടാൻ വേണ്ടി അവൻ ഇത് മറച്ചു വെക്കുകയാണ് എങ്കിൽ അവനും ഇതിൽ കുറ്റവാളിയാകുമെന്ന് പറയുകയാണ്. നിങ്ങൾക്ക് സാധനം വിൽക്കാം, ഞാൻ ഇത്ര പൈസക്കാണ് വാങ്ങിയതെന്ന് കൂട്ടിപ്പറയാതെ തന്നെ സാധനം വിൽക്കാം. ഇന്ന് ലോകത്ത് ഇതുപോലെയുള്ള മുൻകറാത്തുകൾ മനുഷ്യ ജീവിതം ദുരിതപൂർണമാക്കിയതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് തടച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. ഇന്ന് മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഭൂമിയുടെ വില, വസ്തുക്കളുടെ വില. ഇവിടെയുള്ള കുറച്ച് മുതലാളിമാരുടെ കയ്യിൽ പൈസയുള്ളത് കൊണ്ട് അവർക്ക് ലോകം മുഴുവൻ തന്നെ വാങ്ങാമെന്നും അവർ തീരുമാനിക്കുന്ന വിലക്ക് ലോകത്തുള്ള ഏത് കച്ചവടവും നടക്കുമെന്നുമുള്ള ഒരവസ്ഥ വന്നിരിക്കുന്നു.
മതപണ്ഡിതന്മാർക്ക് അവർ കരുതുന്നത് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വഅല് പറഞ്ഞാൽ ഇസ്ലാം ഇവിടെ പൂർണ്ണമാകുമെന്നാണ്. ഇവിടെയാണ് ഇന്നല്ലാഹ യഅ്മുറുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് നീതിയെക്കുറിച്ചും ഇഹ്സാനിനെക്കുറിച്ചും സംസാരിക്കുന്നു എന്ന ആയത്ത് പ്രസക്തമായി തീരുന്നത്. നീതിയെക്കുറിച്ചും ഇഹ്സാനിനെക്കുറിച്ചും സംസാരിക്കുന്ന വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു പണ്ഡിതന്റെ, ഒരു മനുഷ്യനെ ഇതുപോലെയുള്ള കച്ചവടത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആളുകളുടെ ജീവിതം ദുരിതപൂർണമാക്കാൻ സാധ്യമല്ല. എന്നിട്ട് ഇത് പണ്ഡിതന്മാർ തന്നെ പറയുകയാണ്, ചരക്കിന്റെ ഒരു വസ്തുവിന്റെ കുറവ് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക, മുഷിഞ്ഞ വസ്ത്രങ്ങളെ പുതിയതാണ് എന്ന സ്വഭാവത്തിൽ വിൽക്കുക, ഇതൊക്കെ മുൻകറാത്താണ് എന്ന് 11ാം നൂറ്റാണ്ട് ജീവിച്ചൊരു പണ്ഡിതൻ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ വസ്തുക്കൾ, മായം ചേർത്ത വസ്തുക്കൾ സുലഭമാണ്. അരി വാങ്ങുന്നവൻ അരിയോടൊപ്പം കല്ല് കിട്ടുന്നു. ഇവിടെ ഒരു മുസ്ലിമിന്റെ പങ്കെന്താണ്? മുളക് പൊടി വാങ്ങുന്നവന്റെ മുളക് പൊടിയോടൊപ്പം റെഡ് ഓക്സൈഡ് പൗഡർ കിട്ടുന്നു. ഇവിടെ ഒരു മുസ്ലിമിന്റെ റോൾ എന്താണ്? ഒരു കച്ചവടക്കാരന്റെ റോൾ എന്താണ്? ഒരു ഉപഭോക്താവിന്റെ റോൾ എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കണം. അദ്ലിന് വിരുദ്ധമായ, ഇഹ്സാനിന് വിരുദ്ധമായി ഇതുപോലെയുള്ള പ്രവർത്തികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വവ്യാപകമായി നടക്കുകയാണ്. ഇതുപോലെയുള്ള ഇടപാടുകൾ കച്ചവടത്തിൽ മാത്രമല്ല, വിവാഹം പോലെയുള്ള ഇടപാടുകളിലും ഇത്തരം സൂക്ഷ്മതകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ സ്നേഹിതൻ ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട്, യമനിലെ ഒരു ഗോത്രത്തിലെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ നീ ഒരു മധ്യസ്ഥനായി വർത്തിക്കണമെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അബൂ റുവൈഹ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്നേഹിതൻ ആവശ്യപ്പെടുകയാണ്. അബൂ റുവൈഹ കുറച്ച് മോശം സ്വഭാവമുള്ള ആളാണ്. സ്വഭാവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം പിടിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ചില പ്രത്യേകമായ സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടാകാം. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു യമനിലെ ആ ഗോത്രത്തിൽപ്പെട്ട ആ സ്ത്രീയുടെ രക്ഷിതാവിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, ഇതെന്റെ സുഹൃത്ത് അബൂ റുവൈഹയാണ്, ഇയാൾ അത്യാവശ്യം നല്ല ആളാണ്, പക്ഷേ അയാൾക്ക് ഇന്ന തകരാറുകളുണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവ വിവാഹം ചെയ്തു കൊടുക്കുക. ആ സ്ത്രീ രക്ഷിതാവ് അത് അംഗീകരിച്ചുകൊണ്ട് വിവാഹം ചെയ്തു കൊടുത്തു. നമ്മുടെ നാട്ടിൽ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും കച്ചവടത്തിൽ നടക്കുന്നത് പോലെയുള്ള വിവാഹം പോലെയുള്ള ഇടപാടുകളിലും എങ്ങനെയെങ്കിലും ഒരു വിവാഹബന്ധം ഉണ്ടാകട്ടെ എന്ന് കരുതി ആളുകളുടെ ന്യൂനതയും കുറവും മറച്ചു വെച്ചുകൊണ്ടുള്ള ഇടപാടുകൾ നടക്കുന്നു. അങ്ങനെ വിവാഹ വീരന്മാർക്ക് പണ്ഡിതന്മാർ തന്നെ നിക്കാഹ് കർമ്മം നിർവഹിക്കാൻ അതിന് നേതൃത്വം വഹിക്കുന്നു. അതിന്റെ പറ്റി പള്ളി കമ്മിറ്റികൾ സ്വീകരിക്കുന്നു, പ്രശ്നമില്ല. സമൂഹത്തിൽ അധർമ്മിയായ തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നല്ലയാളാണ് എന്ന് പറഞ്ഞ പാവപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവിതം, അങ്ങനെയുള്ള ഒരുപാട് ജീവിതങ്ങൾ തകർക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന അദ്ലിനും ഇഹ്സാനിനും വിരുദ്ധമായ ഇതുപോലെയുള്ള പ്രവർത്തികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഇത് തെറ്റാണ് എന്ന് നമുക്ക് ഇസ്ലാമിന്റെ ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കണം. മഹാനായ ഇമാം ഗസാലി അതിനുശേഷം നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില പ്രവർത്തികളെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. റോഡിലുകളിൽ കാണാറുള്ള മുൻകറാത്തുകളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. വഴിയിൽ കെട്ടിടങ്ങളോട് ചേർന്ന നിലയിൽ നിങ്ങൾ അത്താണികൾ നിർമ്മിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തൂണുകൾ നിർമ്മിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വൃക്ഷത്തൈ നടുക. അങ്ങനെ റോഡിന്റെ സ്ഥലത്തോട് ചേർന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ ഒരു കച്ചവട സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ വീടിന്റെ കാര്യങ്ങൾ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് മുൻകറാത്താണ്. അപ്പൊ റോഡിലേക്ക് നമ്മുടെ റോഡ് അത് സർക്കാരിന്റെ റോഡായിരിക്കാം, അത് പൊതുജനങ്ങളുടെ റോഡായിരിക്കാം, അത് സ്വന്തം കച്ചവട പീടികയുടെ ഒരു ചെറിയ ഒരു ഭാഗമാക്കി മാറ്റാൻ ഒരാൾ ശ്രമിക്കുകയാണ് എങ്കിൽ അത് മുൻകറാത്താണ്, അത് മറ്റുള്ളവരുടെ അവകാശങ്ങളിലുള്ള കയ്യേറ്റമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. തീർന്നില്ല, എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ മേൽപ്പുരയും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിന്റെ ഇറയും കെട്ടുമ്പോൾ നിങ്ങളുടെ അതിരൊരു സ്ഥലത്ത് അവസാനിക്കും. എന്നിട്ട് വാർപ്പ് ചെയ്യുമ്പോൾ ആ വാർപ്പ് അല്ലെങ്കിൽ മേൽപ്പുര അല്ലെങ്കിൽ ഇറ അത് റോഡിലേക്ക് ചായുകയാണ് എങ്കിൽ അത് മുൻകറാത്താണ്, അത് മറ്റുള്ളവരുടെ അവകാശത്തിലുള്ള കയ്യേറ്റമാണ്. മറ്റുള്ളവരോട് അനുവാദം ചോദിക്കാതെ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് ഇസ്ലാമിന് വിരുദ്ധമായി, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന നീതിബോധത്തിന് വിരുദ്ധമായ പ്രവൃത്തിയാണ്. പിന്നെ അദ്ദേഹം പറയുന്നു, നടുറോഡിൽ ചുമടിറക്കി വെക്കുക, ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന വിധത്തിൽ തൽക്കാലത്തേക്ക് ഇറക്കി വെക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം അന്ന് തന്നെ സംസാരിച്ചു. തൽക്കാലത്തേക്ക് ഇറക്കി വെക്കുന്നത് പ്രശ്നമില്ല, പക്ഷേ ഇത് റോഡ് മറ്റുള്ളവരൊന്നും മുന്നോട് ചോദിക്കില്ല. കാരണം ഞാൻ ഇവിടുത്തെ വലിയ ആളാണ്, ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത ശ്രേണിയിൽ വിരാജിക്കുന്ന ആള്, അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ മുതലാളി, എന്നോട് ചോദിക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന ഒരു ഭാവത്തോടുകൂടി, ഒരു മനോഭാവത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങൾ പൊതുജനങ്ങളുടെ റോഡിൽ വെച്ചിട്ട് അവർക്ക് വഴിതടസ്സമുണ്ടാക്കുകയാണ് എങ്കിൽ അത് മുൻകറാത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഈമാൻ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് 70 ചില്ലാനം ശാഖകളുണ്ട്. അഫ്ദലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും ശ്രേഷ്ഠതമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വചനമാണ് എന്ന് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിത് തരീഖ്, അതിലെ ഏറ്റവും അടിയിലുള്ള അതിൽപ്പെട്ട ഒരു ശാഖയാണ് വഴിയിലുള്ള ഉപദ്രവം നീക്കുക. വഴിയിലുള്ള ഉപദ്രവം നീക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് പരിചയപ്പെടുത്തപ്പെട്ട എന്ന് വിശ്വസിക്കുന്ന ഒരു മതത്തിന്റെ പക്ഷത്ത് ചേർന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള നമുക്ക് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി ആളുകളുടെ വഴിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. തൽക്കാലം ഞാൻ പറഞ്ഞതുപോലെ വീടുണ്ടാക്കാൻ കല്ലിറക്കണമെങ്കിൽ തൽക്കാലം ജനങ്ങളോട് പറഞ്ഞിട്ട് അവിടെ ഇറക്കുന്നതിൽ തെറ്റില്ല എന്ന് ഇമാം ഗസാലി തന്നെ രേഖപ്പെടുത്തും. പക്ഷേ നിങ്ങൾ ഈ ഒരു മനോഭാവത്തോടുകൂടി ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ല, ഞാനിതെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമെന്ന ഭാവത്തിൽ ചെയ്യുകയാണ് എങ്കിൽ അത് മുൻകറാത്താണ്, അത് അദിലിന് വിരുദ്ധമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. തീർന്നില്ല. വഴിയാത്രക്കാർക്ക് പ്രയാസമുണ്ടാകുന്ന വിധം മൃഗങ്ങളെ കെട്ടൽ, വഴിയാത്രക്കാർക്ക് പ്രയാസമുണ്ടാകുന്ന വിധം ഒരു അറവുശാല നടത്തുന്നവനാണ് എങ്കിൽ അവൻ ആടുമാടുകൾ അറുക്കുക, അതിന്റെ വിസർജ്യവും അതിന്റെ രക്തവുമൊക്കെ വഴിയിലുണ്ടാക്കുക. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണയാണ്. നമ്മൾ കരുതുന്നത് നമ്മൾ നടത്തുന്ന കച്ചവട സ്ഥാപനത്തിലെ അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന അവശിഷ്ടങ്ങളെ പുഴയിൽ വലിച്ചെറിഞ്ഞാൽ അത് പൊതുജനങ്ങൾ സഹിച്ചു കൊള്ളട്ടെ, ഞാനൊന്നും അറിയണ്ട, അല്ലെങ്കിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കാര്യം നടന്നാൽ മതി എന്ന ഒരു സ്വാർത്ഥ ചിന്ത, അശുഹ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് നിങ്ങളുടെ മുൻഗാമികളെ രക്തം ചിന്താൻ വരെ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്ന ആ ഷുഹിന്റെ ഫലമായി നമ്മൾ ഇതൊക്കെ ചെറിയ പ്രശ്നം അവഗണിക്കുകയാണ്. ഇത് മറ്റുള്ളവരുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വീടിന്റെ പാത്തികളിൽ നിങ്ങൾ വെള്ളം പോകാൻ ഒരു വഴി ഉണ്ടാക്കുകയാണ് എങ്കിൽ ആ വെള്ളം പൊതുജനങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയിലേക്ക് തിരിച്ചുവിടൽ, ഇതൊക്കെ മുൻകറാത്താണ് എന്ന് 11ാം നൂറ്റാണ്ടിൽ ജീവിച്ചൊരു പണ്ഡിതനാണ് നമ്മോട് പറയുന്നതെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒട്ടനവധി മുൻകറാത്തുകൾ, നമ്മൾ നീതിയെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷെ ആ നീതിബോധം നമ്മുടെ ജീവിതത്തിലില്ല. നമ്മൾ കരുതുന്നു നമ്മൾക്ക് പ്രത്യേകമായ അവകാശങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേക അവകാശങ്ങളെയാണ് എല്ലാ അർത്ഥത്തിലും നിരോധിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ ഇന്നാ ഖലഖനാകും മിൻ സകരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു, നിങ്ങൾ എല്ലാവരും ഒരാണിന്റെയും പെണ്ണിന്റെയും സന്തതികൾ, ആർക്കും തന്നെ പ്രത്യേക അവകാശങ്ങളില്ല. വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളുമായി നിങ്ങൾ ജീവിക്കുന്നത് പോലും നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിരിക്കെ പ്രത്യേകാവകാശങ്ങളുണ്ട് എന്ന ഭാവത്തോടു കൂടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് മുൻകറാത്താണ്, അത് അദിലിനും ഇഹ്സാനിനും വിരുദ്ധമായ പ്രവൃത്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അരുതെന്ന് നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ സഹാബികളും ഇത്തരം പ്രത്യേകാവകാശങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് ഇസ്ലാമിക ചരിത്രം ജീവിക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ നിശിതമായി അവരെ കൈകാര്യം ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ഒരു സംഘം ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരുടെ ഭൃത്യന്മാർ ഇങ്ങനെ നിന്ന് നോക്കി നിൽക്കുന്നതും കണ്ടപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖം ചുവന്നു തൊടുത്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് ഭൃത്യന്മാരോട് അവരോടൊപ്പം ഇരിക്കാനും ഒന്നിച്ച് തിന്നാനും പറഞ്ഞു എന്നാണ് ചരിത്ര സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ഇവിടെ പണ്ട് ജാതി വ്യവസ്ഥയുണ്ടായിരുന്നു പണ്ട് നമ്മുടെ നാട്ടിൽ, ലോകത്ത്. അതുപോലെ തന്നെ അടിമ സമ്പ്രദായവും ഫ്യൂഡൽ സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ നാളുകളിൽ മനുഷ്യന്മാരുടെ മാന്യത ഇകഴ്ത്തപ്പെട്ടിരുന്നു, വലിച്ചു കീറപ്പെട്ടിരുന്നു. ഇതിന് സമാനമായ ചില സംവിധാനങ്ങൾ ആ വ്യവസ്ഥയില്ലെങ്കിലും മറ്റു പല സ്വഭാവത്തിലും നമ്മുടെ ലോകത്തും ഇന്ന് വ്യാപകമാകുന്നുണ്ട്. അടിമകളെ പോലെയാണ് പല നാടുകളിലും തൊഴിലാളികൾ ജീവിക്കുന്നത്. അവർക്ക് ശമ്പളമില്ല, അവരവിടെ അന്യായമായി കുടിയേറിയ തൊഴിലാളികളാണ് എന്ന് പറഞ്ഞിട്ട് ജയിലിലും മറ്റുമൊക്കെ ജീവിക്കുന്ന 10,000-കണക്കിന് ആളുകൾ നമ്മുടെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ തന്നെയുണ്ട്. തൊഴിലാളികൾ അടിമകളാക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അനധികൃതമായി തൊഴിൽ ചെയ്യുന്ന ആളുകളെ ഫ്യൂഡൽ കാലഘട്ടത്തിലെ അടിമകളോട് എങ്ങനെയാണോ മുതലാളിമാർ പെരുമാറിയത്, ജന്മിമാർ പെരുമാറിയത്, അവരോട് പെരുമാറുന്നത് പോലെ ഇവരോട് പെരുമാറുന്ന ഒരു സമൂഹം, ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം അവസ്ഥ മുമ്പിൽ വെച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുചരന്മാരും പ്രത്യേകാവകാശങ്ങൾക്കെതിരെ ഉയർത്തിപ്പിടിച്ച ഉജ്ജ്വലമായ ചരിത്ര സന്ദർഭങ്ങൾ, ചരിത്ര സംഭവങ്ങൾ കൂടി നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദീകരിക്കാം. ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞു വരുന്നതിന് ചുരുക്കം, ഇസ്ലാം അതിലും ഇഹ്സാനിലും അധിഷ്ഠിതമായ
ഒരു മതമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധത്തെ പോലെ തന്നെ പ്രധാനമാണ് മനുഷ്യരുമായുള്ള നമ്മുടെ ബന്ധം. മനുഷ്യരുമായുള്ള നമ്മുടെ ബന്ധം അരക്കിട്ടുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലും ഇഹ്സാനും നമ്മുടെ ജീവിതത്തിലെ കൊണ്ടു നടക്കുമ്പോഴാണ്. അതിന് വിരുദ്ധമായ സകല പ്രവൃത്തികളും നമ്മളിലുണ്ടോ എന്നാലോചിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നമ്മൾ സന്മനസ് കാണിക്കേണ്ടതുണ്ട്. മഹാന്മാരായ മുൻഗാമികളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വല്ല നഷ്ടവും സംഭവിച്ചാൽ അവർ ചിന്തിക്കുക, ഞങ്ങൾ അതിന് ചെയ്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചത് എന്ന് ചിന്തിക്കുമാറായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാം അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്തിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബനാ ലലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും. ഈ പ്രാർത്ഥന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പല മുൻഗാമികളാളും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ല തകരാറും വന്നാൽ, അവർക്ക് വല്ല നഷ്ടവും വന്നാൽ, കച്ചവടത്തിൽ നഷ്ടം വന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു, അപ്പോൾ അവർ ചിന്തിക്കുക, ഞങ്ങൾ ഇന്ന ഒരാളോട് എന്തോ അനീതി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചിന്തിക്കുമാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിന്മ ബാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്തെടുത്തുകൊണ്ട് മാ അസാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹി വമാ അസാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക, നിനക്ക് വല്ല നന്മയും വന്നാൽ അത് അല്ലാഹു നിനക്ക് നൽകിയ ഔദാര്യമാണ്. തിന്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വല്ല തകരാറും അല്ലെങ്കിൽ നഷ്ടവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെ ഉണ്ടായതാണ് എന്ന ആയത്ത് അനുസ്മരിച്ചുകൊണ്ട് പല മുൻഗാമികളായ പണ്ഡിതന്മാരും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഞാൻ ആരോടാണ് അനീതി ചെയ്തത്, അയാളോട് ചെയ്തത് തിരുത്തിയെങ്കിൽ മാത്രമേ എന്റെ കാര്യം ശരിപ്പെടുകയുള്ളൂ എന്ന് ചിന്തിച്ച് ആലോചിച്ച് നടക്കാറുണ്ടായിരുന്നു എന്ന് പല ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ ഒരു ബോധം തന്നെയാണ് നമുക്കും ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഒരു ബോധത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.